നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജയിലിൽ കഴിയുന്ന അഫ്ഫാൻ എല്ലാം അറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉമ്മയും റഹീമും വാപ്പയായ റഹീമും നടത്തിയ പത്രസമ്മേളനത്തിലൂടെ തന്നെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞെന്നും ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയാൽ എനിക്ക് ആരുമില്ല എന്നും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അഫ്ഫാൻ. ഇപ്പോൾ പത്രം വായിക്കുന്ന ശീലമുള്ള അഫ്ഫാൻ ഇന്നത്തെ രാവിലത്തെ പത്രവും വായിച്ചിട്ടുണ്ട്. എല്ലാ പത്രങ്ങളിലും വിശദമായി തന്നെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതിയെ കാണാൻ തനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞതായി ഉമ്മ പറഞ്ഞു എന്ന തലക്കെട്ടോടുകൂടി വാർത്തകൾ വിശദമായി തന്നെ വന്നിരിക്കുകയാണ്. അഫ്ഫാൻ ഏതായാലും തന്റെ വാർത്തകളായതിനാൽ തന്നെ അത് വ്യക്തമായി അറിയും. ഉമ്മയെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ എന്താണ്, ഉമ്മ തന്നെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താണ് എന്ന് അഫ്ഫാൻ അറിയും. ഉമ്മയ്ക്ക് തന്നെ കാണണമെന്നോ ആഗ്രഹമുണ്ട് എന്നായിരുന്നു അഫ്ഫാൻ ഏറ്റവും ഒടുവിലായി അറിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഉമ്മയും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയും തന്നെ കുറ്റം പറയുന്നു എന്ന വ്യക്തമായ അഫ്ഫാന്റെ സമനില തെറ്റിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫ്ഫാൻ കഴുത്തിൽ ഷാള് കുരുക്കി. പിന്നെ സംഭവിച്ചതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നും ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തത് എന്നും ഒരിക്കലും അഫ്ഫാനോട് ക്ഷമിക്കില്ല എന്നും എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അവനെ എനിക്ക് കാണേണ്ട എന്നും ദുഃഖവും നിരാശയും കലർന്ന ഭാഷയിൽ ഷെമി കരഞ്ഞുകൊണ്ടാണ് ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫ്ഫാന്റെ മാതാവ് ഷെമി തിങ്കളാഴ്ച കുറ്റിമൂട്ടിലെ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ചാണ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത്. അഫ്ഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് 1.5 മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ഷെമി ഇപ്പോൾ ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇളയ മകൻ മരിച്ച ദിവസവും മൂത്ത മകന്റെ ക്രൂരതകളും ബന്ധുക്കൾ ഷെമിയെ അറിയിച്ചത്. കുറ്റിമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിറ്റേഷൻ സെന്ററിലാണ് ഷെമി കഴിയുന്നത്. ഫെബ്രുവരി 24-നാണ് ദുരന്തമുണ്ടാകുന്നത്. അന്ന് 3 പേർ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാനുണ്ടായിരുന്നു. അഫ്ഫാൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കേണ്ട ദിവസവും അന്നായിരുന്നു. കൂടാതെ ബന്ധുവായ സ്ത്രീക്ക് 2 ലക്ഷവും ജപ്തി ഒഴിവാൻ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ വായ്പ തിരിച്ചടയ്ക്കേണ്ടതും അന്നായിരുന്നു. സംഭവം നടന്നതിന്റെ തലേ ദിവസവും അന്നും അഫ്ഫാൻ തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു. 2 ദിവസവും അഫ്ഫാൻ അസ്വസ്ഥനായാണ് പെരുമാറിയതെന്നും ഷെമി പറയുന്നു. സംഭവം നടക്കുന്ന ദിവസം വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്ന് മാനേജർ വന്നിരുന്നു. വായ്പ തിരിച്ചടച്ചില്ല എങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമെന്നും വീട് ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാനേജറോടും കയർത്ത് സംസാരിച്ച അഫ്ഫാൻ അവരെ മർദ്ദിക്കാനും തുനിഞ്ഞിറങ്ങി. എന്നാൽ താൻ തടഞ്ഞുകൊണ്ട് മാത്രമാണ് സംഘർഷം മുഴുവായത്. കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ കടമുണ്ട്. ലോൺ എടുത്തതും പലരിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയതുമാണ്. സാമ്പത്തിക ബാധ്യത വന്നപ്പോഴും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണമെന്ന് മക്കളോട് പറഞ്ഞിരുന്നില്ല. വസ്തുക്കൾ വിറ്റ് കടം തീർക്കണമെന്ന് അഫ്ഫാനോട് പറയുകയായിരുന്നു. വീട് വിറ്റ് തീർന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഷെമി പറയുന്നു. അഫ്ഫാനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്ക് ഓർമ്മയില്ലാതെ പോയത് കൊണ്ടാണ് അന്ന് അങ്ങനെയെല്ലാം നടന്നത്. ബോധം ലഭിച്ചപ്പോൾ പോലീസുകാർ വാതിൽ അടയ്ക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അഫ്ഫാൻ തന്നെ ബോധരഹിതനാക്കാൻ എന്തോ നൽകിയെന്നും സംശയമുണ്ട്. ഫർസാനയുമായി 2 വർഷമായി അടുപ്പത്തിലായിരുന്നെന്നും അഫ്ഫാൻ പറഞ്ഞിട്ടുണ്ടെന്നും ഷെമി പറയുകയാണ്. ഷെമിയുടെ വാക്കുകളിലേക്ക്. ഓർമ്മയില്ല, കാലത്ത് കൊച്ചിന് സ്കൂളിൽ വിട്ട കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ സെറ്റിൽ വന്ന് ഞാൻ ഇരുന്നു. പിന്നെ അവനെ ഇത് കഴുത്തിൽ ഇത് ഷാളിട്ട് ഇത് ആക്കിയിട്ട് അവൻ പറഞ്ഞു ഉമ്മ ക്ഷമിക്കണേന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ് ഫർസാനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആശുപത്രിയിൽ പോകാന്ന് പറഞ്ഞു. പിന്നെ പോലീസ് വന്ന് ജനലിൽ കുത്തി പൊളിക്കുമ്പോഴാണ് ഓർമ്മ വന്നത്. ഓണാപ്പ് വഴിയുള്ള ലോണിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, അവന് പ്രശ്നമുണ്ടായിരുന്നു. പിറ്റേന്ന് പറഞ്ഞ് വിളിച്ചിരുന്ന് തലേദിവസവും വിളിച്ചിരുന്നു. പിന്നെ ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. അതൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ. 25 ലക്ഷം രൂപ കടമുണ്ട് വീട്ടിൽ, ബാങ്കിലും പിന്നെ കുഞ്ഞുമാക്ക് കൊടുക്കാനും പിന്നെ പലിശയ്ക്ക് എടുത്തതും ഒക്കെ ആയിട്ട് കുറച്ച് കടമുണ്ട്. ബന്ധുക്കളായിട്ടൊക്കെ എന്തെങ്കിലും വർത്തമാനം പറയേണ്ടി വന്നിരുന്നോ? വഴക്കങ്ങനെ വല്ലതും? ലത്തിവാക്കുമായിട്ട് സംസാരം ഉണ്ടായിരുന്നു. വിൽക്കണില്ലെന്നും പറഞ്ഞു. വേറെ ആരുമായിട്ട് പ്രശ്നമില്ലായിരുന്നു. അറിയാം, ഹസ്ബൻഡിനെ അറിയാം. വീട് വിറ്റ് കടം തീർക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുകയായിരുന്നു. 2-3 കൂട്ടർ വന്നായിരുന്നു. പിന്നെ പറഞ്ഞു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വിൽക്കാന്നൊക്കെ പറഞ്ഞുള്ള തീരുമാനമായിരുന്നു. ഇല്ല, അപ്പാനൊക്കെ ഇപ്പൊ കാണണ്ട. എനിക്ക് ആ പയ്യനെ കൊച്ചിനെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എനിക്കിപ്പോ അവനെ കാണണമെന്നില്ല.